ഹായ് ഹലോ ഫ്രണ്ട്സ്, ആൻഡ് ഡിഫൻസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോ സെക്ഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്ട്രാറ്റജിക്കയിൽ നിന്ന് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ആയ കുറച്ച് ഫാക്ട്സുമാണ്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്നാ. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാവേ. ഓക്കെ, വിച്ച് ഈസ് ദ ബിസിയസ്റ്റ് ബ്രിഡ്ജ് ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ ഏറ്റവും തിരക്കേറിയ പാലം താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ്? ബിസിയസ്റ്റ് ബ്രിഡ്ജ് ഇൻ ഇന്ത്യ. ഓപ്ഷൻ എ ഹൗറ ബ്രിഡ്ജ്, ഓപ്ഷൻ ബി ചിനാബ് റെയിൽ ബ്രിഡ്ജ്, ഓപ്ഷൻ സി ബോഗിബിൽ ആൻഡ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബോ. അപ്പോൾ ഇന്ന് ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഇന്ത്യയിലെ ഏറ്റവും തിരക്കേറിയ പാലം, ബിസിയസ്റ്റ് ബ്രിഡ്ജ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും ബിസിയസ്റ്റ് ആയിട്ടുള്ള ബ്രിഡ്ജ് ഏതാണ്? നമുക്ക് ഏതാണ് മക്കളെ ആൻസർ വരുന്നത്? ആൻസർ അറിയാവുന്നവർ നോക്കിയേ, കമൻറ്റ് ചെയ്യണേ. ആൻസർ ഏതാണ് വരുന്നത്? ഓക്കെ, ഓപ്ഷൻ എ ആണ് കേട്ടോ, ഹൗറ ബ്രിഡ്ജ് ആണ് കേട്ടോ. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും തിരക്കേറിയ ബ്രിഡ്ജ് ഏതാണ്? ഹൗറ ബ്രിഡ്ജ് ആണ്. ഓക്കെ, അങ്ങനെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാം ഹൗറ ബ്രിഡ്ജിനെ കുറിച്ച്. ഓക്കെ, ഹൗറ ബ്രിഡ്ജ് ലൊക്കേറ്റഡ് ഓൺ ദ ഹൂഗ്ലി റിവർ ഇൻ കൊൽക്കത്ത. ഹൗറ ബ്രിഡ്ജ് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? കൊൽക്കത്തയിലെ ഹൂഗ്ലി നദിയുടെ തീരത്താണ് ഹൗറ ബ്രിഡ്ജ് സ്ഥിതി ചെയ്യുന്നത്. ഇൻ ദ സ്റ്റേറ്റ് ഓഫ് വെസ്റ്റ് ബംഗാൾ. വെസ്റ്റ് ബംഗാളിലെ കൊൽക്കത്തയിലെ ഹൂഗ്ലി നദിക്ക് തീരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്? ഹൗറ ബ്രിഡ്ജ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ഇത് എത്ര കിലോമീറ്റർ വരെയാണ്? 705 മീറ്റർ ലോങ് വരെയാണ് ഈ ബ്രിഡ്ജിൻ്റെ നീളമെന്ന് പറയുന്നത്. ഇത് കണക്ട് ചെയ്യുന്നത് ഹൗറ ആൻഡ് കൊൽക്കത്ത നഗരത്തെയാണ് കേട്ടോ. അപ്പോൾ ഹൗറ നഗരവും കൊൽക്കത്ത നഗരവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന മെയിൻ ബ്രിഡ്ജാണ് ഏതെന്ന് പറയുന്നത്? ഹൗറ ബ്രിഡ്ജ്. ഓക്കെ, ഈ ബ്രിഡ്ജിനെ ഇപ്പോൾ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? രബീന്ദ്ര സേതു പാലം കേട്ടോ. രബീന്ദ്ര സേതു ബ്രിഡ്ജ് എന്നാണ് ഈ ബ്രിഡ്ജിനെ ഇപ്പോൾ നിലവിൽ അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഇന്ത്യയിലെ ഏറ്റവും തിരക്കേറിയ ബിസിയസ്റ്റ് ആയിട്ടുള്ള ബ്രിഡ്ജ് ഏതാണ്? ഹൗറ ബ്രിഡ്ജ് ആണ്. ഏതാണ്? ഹൗറ ബ്രിഡ്ജ്. ഈ ഹൗറ ബ്രിഡ്ജ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? വെസ്റ്റ് ബംഗാളിൽ. എവിടെയാണ്? വെസ്റ്റ് ബംഗാളിലാണ് ഹൗറ ബ്രിഡ്ജ് സ്ഥിതി ചെയ്യുന്നത്. ഹൂഗ്ലി നദിയുടെ തീരത്താണ് ഇത് ഹൗറ ബ്രിഡ്ജ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, വേറൊരു പ്രത്യേകത ഉണ്ട് നോക്കിയേ. ദിസ് ബ്രിഡ്ജ് ഈസ് ക്യാരീസ് 100,000 ഓഫ് വെഹിക്കിൾസ് ആൻഡ് പെഡിസ്ട്രീഷ്യൻസ് ഓഫ് ഈച്ച് ഡേ. എന്താണ്? ദിവസവും എല്ലാ ദിവസവും 1000-ലധികം എന്താണ് വെഹിക്കിൾസും അതാണ്. അതേപോലെ തന്നെ എന്താണ് കൂടുതൽ ക്യാരി വാഹനങ്ങളെല്ലാം ഈ ബ്രിഡ്ജ് വഴിയാണ് പാസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ എന്താണ് പറയുന്നത്? ഈ ബ്രിഡ്ജ് കണക്ട് ചെയ്യുന്നത് ഏതൊക്കെ നഗരത്തെകളെയാണ്? ഹൗറ ആൻഡ് കൊൽക്കത്ത നഗരം കേട്ടോ. ഹൗറ ആൻഡ് കൊൽക്കത്ത നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ബ്രിഡ്ജാണ് ഏതെന്ന് പറയുന്നത്? ഹൗറ ബ്രിഡ്ജ്. ഏതൊക്കെ നഗരങ്ങളെയാണ്? ഹൗറയും കൊൽക്കത്തയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ബ്രിഡ്ജ് അല്ലെങ്കിൽ പാലമാണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ ഹൗറ ബ്രിഡ്ജ്. ഓക്കെ, ഈ ഹൗറ ബ്രിഡ്ജിന്റെ ഇപ്പോഴത്തെ നാമധേയം എന്താണ്? ഇപ്പൊ എങ്ങനെയാണ് ഇതിനെ അറിയപ്പെടുന്നത്? രബീന്ദ്ര സേതു എന്നാണ്. എന്താണ്? രബീന്ദ്ര സേതു എന്നാണ്. അപ്പോൾ എല്ലാവർക്കും കിട്ടിയല്ലോ ക്വസ്റ്റ്യൻ. അപ്പോൾ ഏറ്റവും തിരക്കേറിയ പാലമാണ് ഏത്? ഹൗറ ബ്രിഡ്ജ്. വെസ്റ്റ് ബംഗാളിലെ കൊൽക്കത്തയിലെ ഹൂഗ്ലി നദിക്ക് സമീപമാണ് ഹൗറ ബ്രിഡ്ജ് സ്ഥിതി ചെയ്യുന്നത്. കൊൽക്കത്തയും ഹൗറ നഗരത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമാണ് ഏത്? ഹൗറ ബ്രിഡ്ജ്. ഓക്കെ, ഇതിനെ ഇപ്പോൾ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? രബീന്ദ്ര സേതു എന്നാണ് കേട്ടോ. രബീന്ദ്ര സേതു പാലം എന്നാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? എല്ലാവർക്കും കിട്ടിയല്ലോ? നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇത്. ഓക്കെ, വിച്ച് സിറ്റി ഈസ് നോൺ ആസ് ദ സിറ്റി ഓഫ് ഡ്രീംസ്? എന്താണ്? സ്വപ്നങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നഗരം ഏതാണ്? നോക്കിയേ, സിറ്റി ഓഫ് ഡ്രീംസ്, സ്വപ്നങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നഗരം ഏതാണ്? ഓപ്ഷൻ എ കൊൽക്കത്ത, ഓപ്ഷൻ ബി മുംബൈ, ഓപ്ഷൻ സി ചെന്നൈ ആൻഡ് ഓപ്ഷൻ ഡി ഡൽഹി. അപ്പം സിറ്റി ഓഫ് ഡ്രീംസ് അല്ലയോ, സ്വപ്നങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നഗരം ഏതാണ്? നമ്മളുടെ ഫിനാൻഷ്യൽ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്നൊക്കെ അറിയപ്പെടുന്ന ഏതാണ്? മുംബൈ ആണ്. ഏതാണ്? മുംബൈ ആണ്. അപ്പം സിറ്റി ഓഫ് ഡ്രീംസ് അല്ലെങ്കിൽ സ്വപ്നങ്ങളുടെ നഗരം അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്നൊക്കെ അറിയപ്പെടുന്നതാണ് ഏതെന്ന് പറയുന്നത്? മുംബൈ. ഏതാണ് മക്കളെ? മുംബൈ. കിട്ടിയല്ലോ? അങ്ങനെയാണെങ്കിൽ നവാബ്, സിറ്റി ഓഫ് നവാബ്,
ഓക്കെ, സിറ്റി ഓഫ് നവാബ് എന്നറിയപ്പെടുന്നതാണ് ഏത് മക്കളെ? കൊൽക്കത്ത കേട്ടോ. അപ്പോൾ സിറ്റി ഓഫ് നവാബ് എന്നറിയപ്പെടുന്നതാണ് ഏത്? കൊൽക്കത്ത നഗരത്തെയാണ് സിറ്റി ഓഫ് നവാബ് എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ സ്വപ്ന നഗരം അല്ലെങ്കിൽ എന്താണ് സിറ്റി ഓഫ് ഡ്രീംസ് എന്നൊക്കെ അറിയപ്പെടുന്ന നഗരമാണ് ഏത്? മുംബൈ. സിറ്റി ഓഫ് നവാബ് എന്നറിയപ്പെടുന്ന ഏതാണ്? കൊൽക്കത്തയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഓറഞ്ച് സിറ്റി ഓക്കെ ആണല്ലോ. എന്താണ് മക്കളെ? ഓറഞ്ച് സിറ്റി. ഏതാണ് ഓറഞ്ച് സിറ്റി? ഓറഞ്ച് സിറ്റി എന്നറിയപ്പെടുന്ന ഏതാണ്? നാഗ്പൂരാണ് കേട്ടോ. അപ്പോൾ ഓറഞ്ച് സിറ്റി എന്നറിയപ്പെടുന്ന ഏതാണ്? നാഗ്പൂരാണ് ഓറഞ്ച് സിറ്റി എന്നറിയപ്പെടുന്നത് കേട്ടോ. അപ്പോൾ ഓറഞ്ച് സിറ്റി ഏതാണ്? നാഗ്പൂരാണ് ഓറഞ്ച് സിറ്റി എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് നോക്കിയേ മക്കളെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താണ്? സിലിക്കൺ വാലി ഓഫ് ഇന്ത്യ. ഓക്കെ, സിലിക്കൺ വാലി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ഏതാണ്? സിലിക്കൺ വാലി ഓഫ് ഇന്ത്യ ഏതാണ്? ബംഗളൂരു ആണ് കേട്ടോ. സിലിക്കൺ വാലി ഓഫ് ഇന്ത്യ ബംഗളൂരു ആണ്. അതേപോലെ തന്നെ സിറ്റി ഓഫ് ജോയ്, സിറ്റി ഓഫ് ജോയ് എന്നറിയപ്പെടുന്ന ഏതാണ്? കൊൽക്കത്തയാണ്. സിറ്റി ഓഫ് ജോയ് എന്നറിയപ്പെടുന്ന ഏതാണ്? കൊൽക്കത്തയാണ്. അതേപോലെ നമ്മൾ പഠിച്ചു കഴിഞ്ഞ് സിലിക്കൺ വാലി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ഏതാണ്? ബംഗളൂരു ആണ് സിലിക്കൺ വാലി ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്നത്. അതേ കണക്ക് തന്നെ ഗോൾഡൻ സിറ്റി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നഗരം ഏതാണ്? ഗോൾഡൻ സിറ്റി. ഓക്കെ, ഗോൾഡൻ സിറ്റി എന്നറിയപ്പെടുന്നത് അമൃത്സർ ആണ് കേട്ടോ. ഗോൾഡൻ സിറ്റി എന്നറിയപ്പെടുന്നത് അമൃത്സർ ആണ് ഗോൾഡൻ സിറ്റി എന്നറിയപ്പെടുന്നത്. അതേപോലെ തന്നെ ടെമ്പിൾ സിറ്റി, ടെമ്പിൾ സിറ്റി എന്നറിയപ്പെടുന്ന ഏതാണ്? ഭുവനേശ്വർ ആണ് കേട്ടോ. ടെമ്പിൾ സിറ്റി എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ് മക്കളെ? ഭുവനേശ്വർ ആണ് ടെമ്പിൾ സിറ്റി എന്നൊക്കെ അറിയപ്പെടുന്നത്. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, സിറ്റി ഓഫ് ഡ്രീംസ് സ്വപ്ന നഗരം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നഗരം ഏതാണ്? മുംബൈ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫിനാൻഷ്യൽ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്നത് ഏതാണ്? മുംബൈ ആണ് ഫിനാൻഷ്യൽ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്നത്. അതേപോലെ തന്നെ നെക്സ്റ്റ് നമ്മൾ പഠിച്ചു സിറ്റി ഓഫ് നവാബ്, നവാബുമാരുടെ നഗരം എന്നൊക്കെ അറിയപ്പെടുന്ന സിറ്റിയാണ് ഏത്? കൊൽക്കത്ത നഗരം കേട്ടോ. കോട്ടെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ് മക്കളെ? നെക്സ്റ്റ് നമ്മൾ പഠിച്ച എന്താണ്? ഗോൾഡൻ സിറ്റി അല്ലേ. ഗോൾഡൻ സിറ്റി ഏതാണ്? അമൃത്സർ ആണ് കേട്ടോ. ഗോൾഡൻ സിറ്റി എന്നറിയപ്പെടുന്നത് അമൃത്സർ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ടെമ്പിൾ സിറ്റി എന്താണ്? ടെമ്പിൾ സിറ്റി എന്നറിയപ്പെടുന്ന ഏതാണ്? ഭുവനേശ്വർ ആണ് ടെമ്പിൾ സിറ്റി. അതേപോലെ തന്നെ ഓറഞ്ച് സിറ്റി എന്നറിയപ്പെടുന്ന ഏതാണ്? നാഗ്പൂർ ആണ് കേട്ടോ. ഓറഞ്ച് സിറ്റി എന്നറിയപ്പെടുന്ന ഏതാണ്? നാഗ്പൂർ ആണ്. അതേപോലെ തന്നെ സിലിക്കൺ വാലി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ഏതാണ്? ബംഗളൂരുവിനെയാണ് സിലിക്കൺ വാലി ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ സിറ്റി ഓഫ് ജോയ് എന്നറിയപ്പെടുന്ന ഏതാണ്? കൊൽക്കത്ത നഗരത്തെയാണ് സിറ്റി ഓഫ് ജോയ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ക്വസ്റ്റ്യൻ എല്ലാവർക്കും കിട്ടിയോ? സെക്കൻഡ് ക്വസ്റ്റ്യൻ എല്ലാവർക്കും കിട്ടിയല്ലോ. നമുക്ക് തേർഡ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ ആണേ? ഓക്കെ, നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ മക്കളെ. ഓക്കെ, വെൻ GST വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ഇന്ത്യ. നോക്കിയ മക്കളെ, ഏത് വർഷമാണ് ഇന്ത്യയിൽ GST നിലവിൽ വന്നത്? ഓക്കെ, ഏത് വർഷമാണെന്ന് നോക്കിയേ. ഓപ്ഷൻ എ 2015, ഓപ്ഷൻ ബി 2017, ഓപ്ഷൻ സി 2019, ഓപ്ഷൻ ഡി 2020. ഓക്കെ, GST എന്താണ് മക്കളെ? GST നമുക്ക് എല്ലാവർക്കും അറിയാം. GST എന്താണ്? ഗുഡ്സ് സർവീസ് ടാക്സ് അല്ലയോ. ഗുഡ്സ് സർവീസ് ടാക്സ് ആണ് എന്തെന്ന് പറയുന്നത്? GST. ഓക്കെ, ഗുഡ് സർവീസ് ടാക്സ് ആണ് എന്തെന്ന് പറയുന്നത്? GST. ഈ GST എന്നാണ് നിലവിൽ വന്നത് ഇന്ത്യയിൽ? ഓക്കെ, 2017 കേട്ടോ. അപ്പം 2017 ഗുഡ് സർവീസ് ടാക്സ് നിലവിൽ വരുന്നത്. അപ്പം GST നിലവിൽ വരുന്നത് എന്നാണ്? 2017 GST നിലവിൽ വരുന്നത്. ഓക്കെ, എന്നാൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഓക്കെ, ഇന്ത്യയിൽ എന്താണ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? ജൂലൈ 1,
2017 ജൂലൈ 1 എന്ത് നിലവിൽ വരുന്നത്? നമ്മുടെ GST നിലവിൽ വരുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ GSTയുടെ ഫുൾ ഫോം എന്താണ് മക്കളെ? ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ്. എന്താണ്? ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ്. ഇത് ആദ്യമായിട്ട് വന്ന രാജ്യം ഏതാണ്? ഫ്രാൻസ് ആണ് കേട്ടോ. ഫ്രാൻസിലാണ് GST ആദ്യമായിട്ട് നിലവിൽ വന്നത്. ഏത് വർഷമാണ്? 1954 ഫ്രാൻസിൽ GST ആദ്യമായിട്ട് നിലവിൽ വന്നത്. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, GST എന്നാണ് ഇന്ത്യയിൽ വന്നത്. ഏത് വർഷമാണ് GST ഇന്ത്യയിൽ വന്നത്? 2017 ജൂലൈ 1 GST ഇന്ത്യയിൽ നിലവിൽ വരുന്നത്. ഈ GSTയുടെ ഫുൾ ഫോം എന്താണ്? ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ്. ഓക്കെ, GST ആദ്യമായിട്ട് വന്ന രാജ്യം ഏതാണ്? ഫ്രാൻസിലാണ് കേട്ടോ. 1954 ഫ്രാൻസിലാണ് GST ആദ്യമായിട്ട് നിലവിൽ വരുന്നത്. ഓക്കെ ആണല്ലോ? കിട്ടിയ എല്ലാവർക്കും? ഓക്കെ, ഇന്നൊക്കെ നമ്മുടെ അക്കാഡമിയിൽ SSC/GD 2025-26 ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ബാച്ചുകൾ സ്റ്റാർട്ടായിട്ടുണ്ട്. ഓൺലൈൻ ഫീസ് എന്ന് പറയുന്നത് എന്താണ്? 2500 രൂപയാണ്. നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഡെയിലി ലൈവ് ക്ലാസ്സുകൾ, റെക്കോർഡഡ് സെക്ഷനുകൾ, വീക്കിലി 6 days ക്ലാസ് ആൻഡ് ഡെയിലി പ്രാക്ടീസ് പേപ്പർ ആൻഡ് മോക്ക് ടെസ്റ്റുകൾ. ഓക്കെ, എല്ലാവരും സമയം കളയാതെ ഉടൻ തന്നെ എല്ലാവരും അഡ്മിഷൻ എടുക്കുക. അഡ്മിഷനായിട്ടും കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനുമായി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ മക്കളെ, വിച്ച് വാട്ടർ ബോഡി സെപ്പറേറ്റ്സ് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ് ഫ്രം ഈച്ച് അതർ? എന്താണ് ക്വസ്റ്റ്യൻ? നോക്കിയേ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളെ പരസ്പരം വേർതിരിക്കുന്ന ജലാശയം ഏതാണ്? നോക്കിയേ, ഓപ്ഷൻ എ ആൻഡമാൻ സീ, ഓപ്ഷൻ ബി 10° ചാനൽ, ഓപ്ഷൻ സി 11° ചാനൽ ആൻഡ് ഓപ്ഷൻ ഡി 12° ചാനൽ. എന്താണ് ക്വസ്റ്റ്യൻ? ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളെ പരസ്പരം വേർതിരിക്കുന്ന ജലാശയം താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ്? ഏതാണ് മക്കളെ താഴെ തന്നിരിക്കുന്നതിൽ? ഓക്കെ, ഏതാണ്? 10° ചാനലാണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് കേട്ടോ. അപ്പം ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളെ പരസ്പരം വേർതിരിക്കുന്ന ജലാശയമാണ് ഏതെന്ന് പറയുന്നത്? 10° ചാനൽ. ഏതാണ്? 10° ചാനൽ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഇന്ത്യയും പാകിസ്ഥാനും നോക്കിയാൽ മക്കളെ, ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ. ഓക്കെ, ഇന്ത്യയും പാകിസ്ഥാനെയും തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി എന്താണ്? റാഡ്ക്ലിഫ് ലൈൻ ആണ് കേട്ടോ. ഏതാണ്? റാഡ്ക്ലിഫ് ലൈൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇന്ത്യ ചൈന, മക്മോഹൻ ലൈൻ കേട്ടോ. ഓക്കെ, ഇന്ത്യയും ചൈനയും തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി രേഖ ഏതാണ്? മക്മോഹൻ ലൈൻ ആണ്. അതേപോലെ തന്നെ ഇന്ത്യയും പാകിസ്ഥാനെയും തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി രേഖ ഏതാണ് മക്കളെ? റാഡ്ക്ലിഫ് ലൈൻ ആണ്. ഏതാണ്? റാഡ്ക്ലിഫ് ലൈൻ ആണ്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ പരസ്പരം വേർതിരിക്കുന്ന ജലാശയത്തെ അറിയപ്പെടുന്ന പേരെന്താണ്? ഓക്കെ, 10° ചാനൽ എന്നാണ്. എന്താണ്? 10° ചാനലാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇന്ത്യയും പാകിസ്ഥാനെയും തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി രേഖ അറിയപ്പെടുന്ന എന്താണ്? റാഡ്ക്ലിഫ് ലൈൻ. എന്താണ്? റാഡ്ക്ലിഫ് ലൈൻ. അതേപോലെ തന്നെ ഇന്ത്യയും ചൈനയും തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി രേഖ ഏതാണ്? മക്മോഹൻ ലൈൻ. ഏതാണ്? മക്മോഹൻ ലൈൻ ആണ്. ക്ലിയർ ആണല്ലോ? നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ, നോക്കിയേ, വേർ ഈസ് നാഥുല പാസ് ലൊക്കേറ്റഡ്? നാഥുല പാസ് അല്ലെങ്കിൽ നാഥുല ചുരം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? നോക്കിയേ, നാഥുല പാസ് നമ്മളെല്ലാം കേട്ടിട്ടുള്ളതാണ്. നാഥുല പാസ്, നാഥുല ചുരം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? നോക്കിയേ, ഓപ്ഷൻ എ സിക്കിം, ഓപ്ഷൻ ബി അസം, ഓപ്ഷൻ സി ഒഡീഷ ആൻഡ് ഓപ്ഷൻ ഡി മിസോറാം. നാഥുല ചുരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നാഥുല പാസ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഓക്കെ, എവിടെയാണ് നാഥുല പാസ് സ്ഥിതി ചെയ്യുന്നത്? ഓക്കെ, സിക്കിമിലാണ് കേട്ടോ. അപ്പം നാഥുല പാസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? സിക്കിമിലാണ് നാഥുല പാസ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാം.
നാഥുല പാസ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ദ ഈസ്റ്റ് സിക്കിം ഡിസ്ട്രിക്ട് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ എവിടെയാണ്? കിഴക്കൻ, അതായത് ഈസ്റ്റേൺ സിക്കിം ഡിസ്ട്രിക്റ്റിലാണ് ഏത് സ്ഥിതി ചെയ്യുന്നത്? നമ്മുടെ നാഥുല പാസ് സ്ഥിതി ചെയ്യുന്നത്. ഇറ്റ് കണക്ട്സ് ഇന്ത്യൻ സ്റ്റേറ്റ് ഓഫ് സിക്കിം വിത്ത് ചൈനാസ് ടിബറ്റ് ഓട്ടോണമസ് റീജിയൻ. എന്താണ് ഇത് കണക്ട് ചെയ്യുന്ന? എവിടെയൊക്കെയാണ്? ഇന്ത്യൻ സ്റ്റേറ്റായ സിക്കിമും വിത്ത് ചൈന ടിബറ്റൻ ഓട്ടോണമസ് റീജിയനും തമ്മിലാണ് ഏത് ബന്ധിപ്പിക്കുന്നത്? നമ്മുടെ ഈ നാഥുല ചുരം ബന്ധിപ്പിക്കുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പം നാഥുല ചുരം അല്ലെങ്കിൽ നാഥുല പാസ് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഏത്? സിക്കിം. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഈസ്റ്റ് സിക്കിം ഡിസ്ട്രിക്റ്റിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഹിമാലയൻ മൗണ്ടേഴ്സിലാണ്. എവിടെയാണ്? ഹിമാലയൻ മൗണ്ടേഴ്സിലാണ്. ഇത് കണക്ട് ചെയ്യുന്നത് എവിടെയൊക്കെയാണ്? സിക്കിമും അതേപോലെ തന്നെ ചൈന ടിബറ്റൻ ഓട്ടോണമസ് റീജിയനുമാണ് ഇതെന്തോ ചെയ്യുന്നത്? കണക്ട് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പം നാഥുല പാസ് സിക്കിമിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സോജില പാസ്. ഓക്കെ, എവിടെയാണ്? സോജില പാസ്. എവിടെയാണ് സോജില പാസ് സ്ഥിതി ചെയ്യുന്നത്? ഓക്കെ, സോജില പാസ് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ലഡാക്കിലാണ് കേട്ടോ. അപ്പോൾ സോജില പാസ് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ലഡാക്കിലാണ് സോജില പാസ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ സോജില പാസ് സ്ഥിതി ചെയ്യുന്നത് ലഡാക്കിലാണ്. അതേപോലെ തന്നെ റോങ്താങ് പാസ്. എവിടെയാണ് റോങ്താങ് പാസ് സ്ഥിതി ചെയ്യുന്നത്? റോങ്താങ് പാസ് ഹിമാചൽ പ്രദേശിലാണ് കേട്ടോ. അപ്പോൾ റോങ്താങ് പാസ് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ഹിമാചൽ പ്രദേശിലാണ് റോങ്താങ് പാസ് സ്ഥിതി ചെയ്യുന്നത്. റോങ്താങ് പാസ് സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ പ്രദേശിലാണ്. ഓക്കെ ആണല്ലോ? അതേപോലെയെങ്കിൽ മനാ പാസ്. ഓക്കെ, എന്താണ് മനാ പാസ്? എവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ് കേട്ടോ. ഉത്തരാഖണ്ഡിലാണ് മനാ പാസ് സ്ഥിതി ചെയ്യുന്നത്. അപ്പം മനാ പാസ് ഉത്തരാഖണ്ഡിലും. അതേപോലെ തന്നെ ഷിപ്കില ചുരം ഉണ്ട്. ഓക്കെ, എന്താണ് ഷിപ്കില ചുരം? ഷിപ്കില പാസും എവിടെയാണ്? ഹിമാചൽ പ്രദേശിലാണ് ഷിപ്കില പാസും സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ ഷിപ്കില പാസ് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ഹിമാചൽ പ്രദേശിലാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. നാഥുല ചുരം അല്ലെങ്കിൽ നാഥുല പാസ് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? സിക്കിമാണ്. ഇത് കണക്ട് ചെയ്യുന്നത് ഏതൊക്കെയാണ്? സിക്കിമും ചൈനൻ ടിബറ്റൻ ഓട്ടോണമസ് റീജിയനുമാണ് എന്തോ ചെയ്യുന്നത്? നാഥുല പാസ് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ നമ്മൾ അടുത്ത പഠിച്ചു സോജില ചുരം അല്ലെങ്കിൽ സോജില പാസ് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ലഡാക്കിലാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ റോങ്താങ് പാസ് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? റോങ്താങ് പാസ് ഹിമാചൽ പ്രദേശിലാണ് റോങ്താങ് പാസ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഷിപ്കില പാസും എവിടെ തന്നെയാണ്? ഹിമാചൽ പ്രദേശിലാണ് ഷിപ്കില പാസും സ്ഥിതി ചെയ്യുന്നത്. നെക്സ്റ്റ് അതേപോലെ നമ്മൾ പഠിച്ചു എന്താണ്? മനാസ് അല്ലയോ? ഓക്കെ, മനാസ് പാസ് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ് മനാ പാസ് സ്ഥിതി ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ മനാ പാസും സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. ക്ലിയർ ആണേ? നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാവേ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ദ ഫസ്റ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ടു എസ്റ്റാബ്ലിഷ് പഞ്ചായത്ത് രാജ് സിസ്റ്റം വാസ്. എന്താണ്? ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്ന ഇന്ത്യൻ സംസ്ഥാനം താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ്? ഓക്കെ, എന്താണ് ആദ്യമായിട്ട് പഞ്ചായത്തി രാജ് കേട്ടോ. ആദ്യമായിട്ട് എന്താണ്? പഞ്ചായത്തി രാജ് നിലവിൽ വന്നത്. ഓക്കെ, ഓപ്ഷൻ എ പഞ്ചാബ്, ഓപ്ഷൻ ബി രാജസ്ഥാൻ, ഓപ്ഷൻ സി ഉത്തർപ്രദേശ് ആൻഡ് ഓപ്ഷൻ ഡി ഒഡീഷ. എവിടെയാണ് മക്കളെ ആദ്യമായിട്ട് പഞ്ചായത്ത് രാജ് നിലവിൽ വന്നത്? ഓക്കെ, പഞ്ചായത്ത് രാജ് നിലവിൽ വന്ന ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഓക്കെ, രാജസ്ഥാനിലാണ് കേട്ടോ. അപ്പം പഞ്ചായത്ത് രാജ് ആദ്യമായിട്ട് നിലവിൽ വന്ന എവിടെയാണ്? രാജസ്ഥാനിലാണ് ആദ്യമായിട്ട് നിലവിൽ വന്നത്. ഏത് വർഷമാണിത് ആദ്യമായിട്ട് വന്നത്? 1959 ഒക്ടോബർ 2-നാണ് കേട്ടോ. 1909 ഒക്ടോബർ 2-നാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് പഞ്ചായത്ത് രാജ് സിസ്റ്റം നിലവിൽ വരുന്നത്. ആദ്യമായിട്ട് വന്ന ഇന്ത്യൻ സ്റ്റേറ്റ് ഏതാണ്? രാജസ്ഥാനാണ് കേട്ടോ. ഏതാണ്? രാജസ്ഥാൻ. വർഷം ചോദിക്കുവാണെങ്കിൽ 1959 ഒക്ടോബർ 2-നാണ് കേട്ടോ. 1959 ഒക്ടോബർ 2-ന്. ക്ലിയർ ആണല്ലോ? നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ മക്കളെ. ഏറ്റവും കൂടുതൽ
ഇല്ലയോ? ഓക്കെ, വിച്ച് ഓഫ് ദ ഇന്ത്യൻ സ്റ്റേറ്റ് ഈസ് ദ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് കോഫി? കോഫി ഏറ്റവും കൂടുതൽ, ഇല്ലയോ, കാപ്പി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കാപ്പി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം. ഓപ്ഷൻ എ കർണാടക, ഓപ്ഷൻ ബി വെസ്റ്റ് ബംഗാൾ, ഓപ്ഷൻ സി ഹിമാചൽ പ്രദേശ് ആൻഡ് ഓപ്ഷൻ ഡി ഉത്തർപ്രദേശ്. ഓക്കെ, ഏതാണ് ആൻസർ വരുന്നത്? കാപ്പി. കേൾക്കുമ്പോഴേ നമുക്കറിയാം എന്താണ് കാപ്പി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഏത് ഇന്ത്യൻ സംസ്ഥാനത്തിലാണ്? അതെ, കർണാടകത്തിലാണ് കേട്ടോ. അപ്പം കർണാടകയിലാണ് കാപ്പി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ടീ ഏറ്റവും കൂടുതൽ എവിടെയാണ്? തേയില ഏറ്റവും കൂടുതൽ എവിടെയാണ്? അസ്സാമിലാണ് കേട്ടോ. അപ്പം ടീ ഏറ്റവും കൂടുതൽ എവിടെയാണ് മക്കളെ? അസ്സാമിലാണ് ഏറ്റവും കൂടുതൽ ടീ ഉൽപ്പാദിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കോട്ടൺ, ഇല്ലേ, കോട്ടൺ ഏറ്റവും കൂടുതൽ എവിടെയാണ്? ഗുജറാത്തിലാണ് കേട്ടോ. എവിടെയാണ്? ഗുജറാത്തിലാണ് ഏറ്റവും കൂടുതൽ കോട്ടൺ. ഓക്കെ ആണല്ലേ? എവിടെയാണ് മക്കളെ? ഗുജറാത്തിലാണ് കോട്ടൺ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് കോഫി. കോഫി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഓക്കെ, കർണാടകയാണ്. ഏതാണ്? കർണാടകയാണ്. അതേപോലെ തന്നെ എന്താണ്? ടീ, അല്ലേ, ടീ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെയാണ്? അസ്സാമിലാണ് കേട്ടോ. എവിടെയാണ്? അസ്സാമിലും. അതേ കണക്ക് തന്നെ എന്താണ്? കോട്ടൺ, കോട്ടൺ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെയാണ്? ഗുജറാത്തിലാണ്. എവിടെയാണ്? ഗുജറാത്തിലാണ് കോട്ടൺ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത്. ക്ലിയർ ആണല്ലോ? നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. വിച്ച് സ്റ്റേറ്റ് ഈസ് കോൾഡ് ദ ടൈഗർ സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ? എന്താണ് ടൈഗർ സ്റ്റേറ്റ്? ഇന്ത്യയിലെ കടുവകളുടെ സംസ്ഥാനം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിലെ കടുവകളുടെ സംസ്ഥാനം എന്നറിയപ്പെടുന്ന ഏതിനെയാണ്? ഓപ്ഷൻ എ അസം, ഓപ്ഷൻ ബി ഹിമാചൽ പ്രദേശ്, ഓപ്ഷൻ സി മധ്യപ്രദേശ് ആൻഡ് ഓപ്ഷൻ ഡി ഗുജറാത്ത്. കടുവ സംസ്ഥാനം, ടൈഗർ സ്റ്റേറ്റ് എന്നൊക്കെ അറിയപ്പെടുന്ന ഇന്ത്യൻ സ്റ്റേറ്റ് ഏതാണ് എന്നൊക്കെയായിട്ട് പറഞ്ഞ ഏതാണ് വരുന്നത്? ഓപ്ഷൻ സി ആണ് കേട്ടോ, മധ്യപ്രദേശാണ് കേട്ടോ. മധ്യപ്രദേശിനാണ് എന്തെന്നറിയപ്പെടുന്നത് നമ്മൾ? കടുവ സംസ്ഥാനം അല്ലെങ്കിൽ ടൈഗർ സ്റ്റേറ്റ് എന്നൊക്കെ അറിയപ്പെടുന്നത്. അതേപോലെ അസ്സാമിനെ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ടീ സ്റ്റേറ്റ്, അല്ലയോ? ടീ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്നതാണ് ഏത്? അസ്സാം ആണ്. ടീ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന ഏതാണ്? അസ്സാമാണ്. അതേപോലെ തന്നെ ആപ്പിൾ സ്റ്റേറ്റ്, ആപ്പിൾ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന ഏതാണ് മക്കളെ? ഹിമാചൽ പ്രദേശിനെയാണ് ആപ്പിൾ സ്റ്റേറ്റ് എന്ന് അറിയപ്പെടുന്നത്. അതാണ് കുറച്ച് വിശേഷണം നമുക്ക് നോക്കാം. ഓക്കെ, ലാൻഡ് ഓഫ് 5 റിവേഴ്സ് അല്ലേ? എന്താണ് ലാൻഡ് ഓഫ് ലാൻഡ് ഓഫ് 5 റിവേഴ്സ് എന്നറിയപ്പെടുന്ന ഏതാണ്? പഞ്ചാബിനെയാണ്. ഏതാണ്? പഞ്ചാബിനെയാണ് ലാൻഡ് ഓഫ് 5 റിവേഴ്സ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സ്പൈസ് ഗാർഡൻ ഓഫ് ഇന്ത്യ, സ്പൈസ് ഗാർഡൻ ഓഫ് ഇന്ത്യ ഏതാണ്? കേരളയാണ് കേട്ടോ. സ്പൈസ് ഗാർഡൻ ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്നത് കേരളത്തെയാണ് സ്പൈസ് ഗാർഡൻ ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്നത്. അതേപോലെ തന്നെ ലാൻഡ് ഓഫ് ഗോഡ്, എന്താണ് ലാൻഡ് ഓഫ് ഗോഡ് ഏതാണ്? ഉത്തരാഖണ്ഡാണ്. ദൈവങ്ങളുടെ താഴ്വര എന്നൊക്കെ അറിയപ്പെടുന്ന ഏതാണ്? ലാൻഡ് ഓഫ് ഗോഡ് എന്ന് പറയുന്നത് ഉത്തരാഖണ്ഡാണ് കേട്ടോ, ഉത്തരാഖണ്ഡ്. അപ്പോൾ ലാൻഡ് ഓഫ് ഗോഡ് എന്നറിയപ്പെടുന്ന ഏതാണ്? ഉത്തരാഖണ്ഡിനെയാണ് ലാൻഡ് ഓഫ് ഗോഡ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സോൾ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ഏതാണ്? സോൾ ഓഫ് ഇന്ത്യ ഒഡീഷയാണ് കേട്ടോ, സോൾ ഓഫ് ഇന്ത്യ. സോൾ ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്ന ഏതാണ്? ഒഡീഷയാണ് സോൾ ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്നത്. അതേപോലെ തന്നെ ലാൻഡ് ഓഫ് സൺറൈസ്, ലാൻഡ് ഓഫ് ടെമ്പിൾ. ഓക്കെ, എന്താണ് ലാൻഡ് ഓഫ് സൺറൈസ്? ലാൻഡ് ഓഫ് സൺറൈസ് ഏതാണ്? അരുണാചൽ പ്രദേശ് ആണ് കേട്ടോ. ഏതാണ്? അരുണാചൽ പ്രദേശിനെയാണ് ലാൻഡ് ഓഫ് സൺറൈസ് എന്നറിയപ്പെടുന്നത്. അതേപോലെ ലാൻഡ് ഓഫ് ടെമ്പിൾ, ലാൻഡ് ഓഫ് ടെമ്പിൾ ഏതാണ്? തമിഴ്നാടാണ് കേട്ടോ. അപ്പോൾ ലാൻഡ് ഓഫ് ടെമ്പിൾ എന്നറിയപ്പെടുന്ന ഏതാണ്? തമിഴ്നാടാണ്. എന്നാൽ സിറ്റി ഓഫ് ടെമ്പിൾ എന്നറിയപ്പെടുന്ന ഏതാണ്?
ഭുവനേശ്വർ ആണ് കേട്ടോ, തിരിഞ്ഞു പോവല്ലേ. സിറ്റി ഓഫ് ടെമ്പിൾ എന്നറിയപ്പെടുന്നത് ഭുവനേശ്വർ ആണ്. ഓക്കെ, കിട്ടിയ എല്ലാവർക്കും. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ടൈഗർ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശ് ആണ് കേട്ടോ. അപ്പം ടൈഗർ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് മധ്യപ്രദേശിനെയാണ്. ആപ്പിൾ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന ഏതാണ്? ഹിമാചൽ പ്രദേശിനെയാണ് ആപ്പിൾ സ്റ്റേറ്റ് എന്ന് അറിയപ്പെടുന്നത്. അതേപോലെ തന്നെ ടീ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് ഏതാണ്? അസ്സാമാണ് ടീ സ്റ്റേറ്റ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അങ്ങനെ കുറച്ച് വിശേഷണം നോക്കാം നമുക്ക്. ലാൻഡ് ഓഫ് 5 റിവേഴ്സ്, പഞ്ചനദികളുടെ നാട് എന്നറിയപ്പെടുന്ന ഏതാണ്? പഞ്ചാബാണ് കേട്ടോ. ലാൻഡ് ഓഫ് 5 റിവേഴ്സ് എന്നറിയപ്പെടുന്നത് പഞ്ചാബും. അതേപോലെ തന്നെ സ്പൈസ് ഗാർഡൻ ഓഫ് ഇന്ത്യ ഏതാണ്? കേരള. സ്പൈസ് ഗാർഡൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ഏതാണ്? കേരളയാണ്. ഓക്കെ, അതുപോലെ തന്നെ ലാൻഡ് ഓഫ് ഗോൾഡ് എന്നറിയപ്പെടുന്ന ഏതാണ്? ലാൻഡ് ഓഫ് ഗോൾഡ് ഉത്തരാഖണ്ഡാണ് കേട്ടോ. അപ്പോൾ ലാൻഡ് ഓഫ് ഗോൾഡ് എന്നറിയപ്പെടുന്നത് ഉത്തരാഖണ്ഡാണ്. നെക്സ്റ്റ് നമ്മൾ പഠിച്ച എന്താണ്? ലാൻഡ് ഓഫ് സൺറൈസ് എന്നറിയപ്പെടുന്നത് അരുണാചൽ പ്രദേശാണ്. ലാൻഡ് ഓഫ് സൺറൈസ് എന്നറിയപ്പെടുന്നത്. ലാൻഡ് ഓഫ് ടെമ്പിൾ എന്നറിയപ്പെടുന്ന ഏതാണ്? തമിഴ്നാടാണ് കേട്ടോ. ലാൻഡ് ഓഫ് ടെമ്പിൾ എന്നറിയപ്പെടുന്നത് തമിഴ്നാടും. നെക്സ്റ്റ് നമ്മൾ പഠിച്ച് തിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ഏതാണ്? സിറ്റി ഓഫ് ടെമ്പിൾ അല്ലയോ? സിറ്റി ഓഫ് ടെമ്പിൾ എന്നറിയപ്പെടുന്ന ഏതാണ്? ഭുവനേശ്വർ ആണ്. സിറ്റി ഓഫ് ടെമ്പിൾ എന്നറിയപ്പെടുന്നത് ഭുവനേശ്വർ ആണ്. ഓക്കെ ആണല്ലോ, കിട്ടിയോ എല്ലാവർക്കും? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ, നമ്മൾ പഠിച്ചു ടൈഗർ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്നു ഇന്ത്യയിലെ. ഓക്കെ, ഏറ്റവും കൂടുതൽ ലാർജ് നമ്പർ ഓഫ് ടൈഗർ എവിടെയാണ്? കൻഹ. എവിടെയാണ്? പെഞ്ച്, കൻഹ, ബാന്ധവ്ഗഡ്, പന്ന, ബോറി, സത്പുര, സഞ്ജയ് ദുബ്രി. ഈ ഇന്ത്യൻ സ്റ്റേറ്റ് ഇവിടെ എല്ലാമാണ് ഏറ്റവും കൂടുതൽ കടുവകളെ കാണപ്പെടുന്നത് കേട്ടോ. അപ്പോൾ മധ്യപ്രദേശിനാണ് നമ്മൾ എന്താണെന്ന് അറിയപ്പെടുന്നത്? ടൈഗർ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത്. ഏറ്റവും കൂടുതൽ ടൈഗേഴ്സ് കാണപ്പെടുന്ന ഏതൊക്കെ നാഷണൽ പാർക്കിലാണ്? കൻഹ നാഷണൽ പാർക്ക്, പെഞ്ച്, ബാന്ധവ്ഗഡ്, അതേപോലെ തന്നെ പന്ന, ബോറി, സത്പുര, സഞ്ജയ് ദുബ്രി. ഇവിടെ എല്ലാം എന്താണ് സ്ഥിതി ചെയ്യുന്നത്? ടൈഗർ ആണ് കേട്ടോ. അതിനാണ് ഇതെല്ലാം ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ മധ്യപ്രദേശിലാണ് ഈ നാഷണൽ പാർക്കുകളെല്ലാം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ടാണ് എന്തോന്ന് ടൈഗർ സ്റ്റേറ്റ് എന്ന് ഇന്ത്യയിലെ അറിയപ്പെടുന്ന എന്തിനെ? മധ്യപ്രദേശിന്. ക്ലിയർ ആണല്ലോ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ, നോക്കി മക്കളെ, വെയർ വാസ് ദ ഫസ്റ്റ് കോട്ടൺ മിൽ എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ ആദ്യത്തെ കോട്ടൺ മിൽ സ്ഥാപിതമായത് എവിടെയാണ്? നോക്കിയേ, ഓപ്ഷൻ എ സൂററ്റ്, ഓപ്ഷൻ ബി കൽക്കട്ട, ഓപ്ഷൻ സി ബോംബെ ആൻഡ് ഓപ്ഷൻ ഡി അഹമ്മദാബാദ്. നോക്കിയേ, ഇന്ത്യയിലെ ആദ്യത്തെ കോട്ടൺ മിൽ സ്ഥാപിതമായത് എവിടെയാണ്? ആൻസർ അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്തേ. ഇന്ത്യയിലെ ആദ്യത്തെ കോട്ടൺ മിൽ സ്ഥാപിതമായത് എവിടെയാണ് മക്കളെ? ഇന്ത്യയിലെ ആദ്യത്തെ കോട്ടൺ മില്ല് സ്ഥാപിതമായത് കൽക്കട്ടയിലാണ് കേട്ടോ. കൽക്കട്ടയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ കോട്ടൺ മില്ല് സ്ഥാപിതമായത്. നോക്കിയേ, ഏത് വർഷമാണ്? 1818 കൊൽക്കത്തയിലെ ഫോർട്ട് ഗ്ലോസ്റ്റർ കേട്ടോ. എവിടെയാണ്? കൽക്കട്ടയിലെ ഫോർട്ട് ഗ്ലോസ്റ്ററിലാണ് ആദ്യത്തെ കോട്ടൺ മില്ല് 1818 സ്ഥാപിതമായത്. ഓക്കെ, അങ്ങനെ രണ്ടാമത്തെ കോട്ടൺ മില്ല് എവിടെയാണ്? ബോംബെ സ്പിന്നിങ് വീവിംഗ് കമ്പനി വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1854 ബൈ KGN ദേബർ. അപ്പം നോക്കിയേ, അപ്പം ഫസ്റ്റ് കോട്ടൺ മിൽ എവിടെയാണ്? കൊൽക്കത്തയിലെ ഫോർട്ട് ഗ്ലോയറിലാണ് എന്തെന്ന് ഫസ്റ്റ് കോട്ടൺ മില്ല് സ്ഥാപിച്ചത്. ഏത് വർഷം? 1818. അതേപോലെ തന്നെ രണ്ടാമത്തെ കോട്ടൺ മില്ല് സ്ഥാപിച്ചത് എവിടെയാണ്? ബോംബെ സ്പിന്നിങ് ആൻഡ് വീവിംഗ് കമ്പനിയാണ്. ഏത് വർഷമാണ് ഇത് സ്ഥാപിച്ചത്? 1854. ആരാണ്? KGN ദബാർ. ആരാണ്? KGN ദബാർ ആണ്. ക്ലിയർ ആണല്ലോ. അപ്പം കിട്ടിയ എല്ലാവർക്കും. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ, വിച്ച് ഡിസ്ട്രിക്ട് ഈസ് കോൾഡ് ദ ഷ്രിംപ് ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ? എന്താണ് ഷ്രിംപ്? ചെമ്മീൻ തലസ്ഥാനം. ഇന്ത്യയുടെ ചെമ്മീൻ തലസ്ഥാനം എന്നറിയപ്പെടുന്ന ജില്ല താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ്? ഓപ്ഷൻ എ കൊച്ചി, ഓപ്ഷൻ ബി മംഗളൂരു, ഓപ്ഷൻ സി നെല്ലൂർ ആൻഡ് ഓപ്ഷൻ ഡി കോയമ്പത്തൂർ. ഏതാണ് മക്കളെ ആൻസർ വരുന്നത്? ഇന്ത്യയുടെ ഷ്രിംപ് ക്യാപിറ്റൽ, ചെമ്മീൻ തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഏത് ജില്ലയാണ്? ആൻസർ അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുന്നത്. ഷ്രിംപ് ക്യാപിറ്റൽ എന്നറിയപ്പെടുന്നത് ഏതാണ്? ഓക്കെ, നെല്ലൂരാണ്. ഏതാണ്? നെല്ലൂരിനെയാണ് ഷ്രിംപ് ക്യാപിറ്റൽ എന്ന് അറിയപ്പെടുന്നത്. ക്ലിയർ ആണല്ലോ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ,
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഹിന്ദു റിലീജിയസ് ഫെസ്റ്റിവൽ ഗണേഷ് ചതുർത്ഥി വാസ് ഫസ്റ്റ് സെലിബ്രേറ്റഡ് ഇൻ വിച്ച് ഇന്ത്യൻ സ്റ്റേറ്റ്? എന്താണ് ഗണേശ ചതുർത്ഥി ആദ്യമായി ആഘോഷിച്ചത് ഏത് ഇന്ത്യൻ സംസ്ഥാനത്തിലാണ്? ഓക്കെ, ഗണേശ ചതുർത്ഥി ഫെസ്റ്റിവൽ ഏത് സംസ്ഥാനത്താണ് ആദ്യമായിട്ട് സെലിബ്രേറ്റ് ചെയ്തത്? ഓപ്ഷൻ എ കർണാടക, ഓപ്ഷൻ ബി മഹാരാഷ്ട്ര, ഓപ്ഷൻ സി വെസ്റ്റ് ബംഗാൾ, ഓക്കെ ഓപ്ഷൻ ഡി ഗുജറാത്ത്. എവിടെയാണ് മക്കളെ ഗണേശ ചതുർത്ഥി ആദ്യമായിട്ട് സെലിബ്രേറ്റ് ചെയ്തത്? ഓക്കെ, എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ് കേട്ടോ. അപ്പം ഗണേശ ചതുർത്ഥി ആദ്യമായിട്ട് സെലിബ്രേറ്റ് ചെയ്തത് എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ് ഗണേശ ചതുർത്ഥി ആദ്യമായിട്ട് സെലിബ്രേറ്റ് ചെയ്തത്. അപ്പം നോക്കാം, ആരാണ്? ബാലഗംഗാധര തിലകാണ് ഈ ഒരു ഫെസ്റ്റിവൽ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ഗണേശ ചതുർത്ഥി ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്ത ആരാണ്? ബാലഗംഗാധര തിലകാണ്. ഓക്കെ ആണല്ലോ. ഏത് വർഷമാണ്? 1893. ഇതെവിടെയാണ്? ദ ഫെസ്റ്റിവൽ ഫസ്റ്റ് ടുക്ക് പ്ലേസ് എവിടെയാണ് ആദ്യമായിട്ട് നടന്നത്? പൂനെയിലാണ് കേട്ടോ. എവിടെയാണ്? പൂനെയിലാണ് ഇത് ആദ്യമായിട്ട് നടന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്താണ് ഗണേശ ചതുർത്ഥി ഫെസ്റ്റിവൽ ആദ്യമായിട്ട് സെലിബ്രേറ്റ് ചെയ്തത് മഹാരാഷ്ട്രയിലാണ്. ഇതാരാണ്? ബാലഗംഗാധര തിലകാണ് ഈ ഫെസ്റ്റിവൽ കൊണ്ടുവന്നത്. സ്റ്റാർട്ട് ചെയ്ത ആരാണ്? ബാലഗംഗാധര തിലകനാണ്. ഓക്കെ, ഏത് വർഷമാണ് ഇത് സെലിബ്രേറ്റ് ചെയ്തത്? 1893 ഇത് ആദ്യമായിട്ട് സെലിബ്രേറ്റ് ചെയ്തത്. എവിടെ? പൂനെയിൽ കേട്ടോ. എവിടെയാണ്? പൂനെയിലാണ് ഇത് ആദ്യമായിട്ട് സെലിബ്രേറ്റ് ചെയ്തത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്ത് വെക്കുക. ഇത് സ്റ്റാർട്ട് ചെയ്ത വ്യക്തി ആരാണ്? ബാലഗംഗാധര തിലകനാണ്. ഏത് വർഷം? 1893. എവിടെ? പൂനെയിലാണ് ഇത് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. കിട്ടിയല്ലോ? ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ, ഹൂ സ്കെച്ച്ഡ്? ഓക്കെ മക്കളെ, ഹൂ സ്കെച്ച്ഡ് ദ ഫേമസ് പെയിന്റിംഗ് ഭാരത് മാത? ഭാരത് മാത എന്ന പ്രശസ്തമായ ചിത്രം വരച്ചത് താഴെ തന്നിരിക്കുന്നതിൽ ആരാണ്? നോക്കിയേ, ഓപ്ഷൻ എ നന്ദലാൽ ബോസ്, ഓപ്ഷൻ ബി അഭിനേന്ദ്രനാഥ ടാഗോർ, ഓപ്ഷൻ സി അമൃത ഷെർഗിൽ, ഓപ്ഷൻ ഡി MF ഹുസൈൻ. അപ്പോൾ നോക്കിയേ, ഭാരത് മാത എന്ന ചിത്രം ആദ്യമായിട്ട് വരച്ചത് ആരാണ്? ഭാരത് മാത എന്ന ചിത്രം ഓക്കെ ഏതാണ്? അഭിനേന്ദ്രനാഥ ടാഗോറാണ് കേട്ടോ. അഭിനേന്ദ്രനാഥ ടാഗോറാണ് ഏത് ചിത്രം? ഭാരത് മാത എന്ന ഫേമസ് ആയിട്ടുള്ള പെയിന്റിംഗ് വരച്ചത് ആരാണ്? അഭിനേന്ദ്രനാഥ ടാഗോറാണ് കേട്ടോ. അഭിനേന്ദ്രനാഥ ടാഗോറാണ്. ഓക്കെ, അങ്ങനെയുള്ള കുറച്ച് പെയിൻറ്റേഴ്സും അതിൻ്റെ കുറച്ച് പ്രശസ്തമാരെ നമുക്ക് പരിചയപ്പെട്ടാലോ? നോക്കാം നമുക്ക്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 3 ഗേൾസ് ശ്രദ്ധിക്കണേ. 3 ഗേൾസ് എന്ന പെയിന്റിംഗ് വരച്ചത് ആരാണ്? 3 ഗേൾസ് എന്ന പെയിന്റിംഗ് വരച്ചതാണ് അമൃത ഷെർഗിൽ കേട്ടോ. അമൃത ഷെർഗിലിന്റെ ഫേമസ് ആയിട്ടുള്ള ഇതാണ് പെയിന്റിംഗ് ആണ് ഏത്? 3 ഗേൾ കേട്ടോ. അമൃത ഷെർഗിലിന്റെ ഫേമസ് ആയിട്ടുള്ള ഒരു പെയിന്റിംഗ് ആണ് ഏത്? 3 ഗേൾ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഹോഴ്സസ് സീരീസ് എന്താണ്? ഹോഴ്സസ് സീരീസ് ആരുടെയാണ്? MF ഹുസൈൻ്റെയാണ് കേട്ടോ. ഹോഴ്സസ് സീരീസ് ആരുടെയാണ്? MF ഹുസൈൻ്റെയാണ് ഹോഴ്സസ് സീരീസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നോക്കിയേ, ശകുന്തള രാജാ രവിവർമ്മയുടെയാണ് കേട്ടോ. ആരുടെയാണ്? രാജാ രവിവർമ്മയുടെയാണ് ശകുന്തള എന്ന ഫേമസ് ആയിട്ടുള്ള പെയിന്റിങ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അന്നപൂർണ എന്നത് ആരുടെയാണ്? അന്നപൂർണ നന്ദലാൽ ബോസിൻ്റെയാണ് കേട്ടോ. അന്നപൂർണ എന്ന ഫേമസ് പെയിൻറ്റിങ് ആരുടെയാണ്? നന്ദലാൽ ബോസിൻ്റെയാണ് കേട്ടോ. നന്ദലാൽ ബോസിൻ്റെയാണ് അന്നപൂർണ എന്ന ഫേമസ് ആയിട്ടുള്ള പെയിൻറ്റിങ്. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, എന്താണ്? ഭാരത് മാത എന്ന പ്രശസ്തമായ പെയിൻറ്റിങ് അല്ലെങ്കിൽ ചിത്രം വരച്ചത് ആരാണ്? അഭിനേന്ദ്രനാഥ ടാഗോറാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 3 ഗേൾസ് എന്ന പെയിൻറ്റിങ് ആരുടെയാണ്? അമൃത ഷെർഗിലിൻ്റെയാണ് 3 ഗേൾസ് എന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഹോഴ്സസ് സീരീസ് ആരുടെയാണ്? MF ഹുസൈൻ്റെയാണ് കേട്ടോ. ഹോഴ്സസ് സീരീസ് ആരുടെയാണ്? MF ഹുസൈൻ്റെയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അന്നപൂർണ എന്ന പെയിൻറ്റിങ് ആരുടെയാണ്? നന്ദലാൽ ബോസിൻ്റെയാണ് കേട്ടോ. അന്നപൂർണ എന്ന പ്രശസ്തമായ പെയിൻറ്റിങ് ആരുടെയാണ്? നന്ദലാൽ ബോസിൻ്റെയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ശകുന്തള തുടങ്ങിയതൊക്കെ ആരുടെയാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം ആരുടെയാണ്? രാജാ രവിവർമ്മയുടേതാണ് കേട്ടോ. പ്രശസ്തമായ രാജാ രവിവർമ്മയുടെ പ്രശസ്തമായ ഒരു പെയിൻറ്റിംഗ് ആണ് ഇത് ശകുന്തളയൊക്കെ. ഓക്കെ, ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ,
ഓക്കെ, കിട്ടിയല്ലോ. ഏത് വർഷമാണ് ഇദ്ദേഹം ഈ പെയിന്റിങ്? 1905 അഭിനേന്ദ്രനാഥ ടാഗോർ ഏത് ഭാരത് മാത എന്ന പെയിന്റിങ് വരച്ചത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ദ സിംബൽ ഓഫ് ദി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈസ് എന്താണ്? RBIയുടെ എന്താണ് സിംബൽ ഏതാണ്? നോക്കിയേ മക്കളെ. ഓപ്ഷൻ എ ക്യാപിറ്റൽ ഓഫ് അശോക് പില്ലർ. ഓപ്ഷൻ ബി എന്താണ്? കുബേർ വിത്ത് പീസ് ഓഫ് മണി. ഓപ്ഷൻ സി എ ടൈഗർ ആൻഡ് പാം ട്രീ. അതേപോലെ തന്നെ എ ഡോഗ് സിറ്റിംഗ് ഇൻ എ ഡിഫെൻസീവ് സ്റ്റേറ്റ്. എന്താണ് മക്കളെ? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചിഹ്നം ഏതാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം ഏതാണ്? ടൈഗർ ആൻഡ് പാം ട്രീ. ഏതാണ്? ടൈഗർ ആൻഡ് പാം ട്രീ. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പം നമുക്കറിയാം RBI എന്നാണ് മക്കളെ നിലവിൽ വന്നത്? 35 ഏപ്രിലാണ് ഏത് നിലവിൽ വന്നത്? നമ്മുടെ RBI നിലവിൽ വരുന്നത്. RBI ദേശസാൽക്കരിക്കപ്പെട്ട വർഷം എന്നാണ്? 1949 ആരായിരുന്നു ആ സമയത്ത് പ്രൈം മിനിസ്റ്റർ? ഇന്ദിരാഗാന്ധി ആയിരുന്നു കേട്ടോ. ആരായിരുന്നു? ഇന്ദിരാഗാന്ധി ആയിരുന്നു ആ ടൈമിൽ പ്രൈം മിനിസ്റ്റർ. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ നോക്കി, RBIയുടെ ആസ്ഥാനം എവിടെയാണ്? മുംബൈയിലാണ് അല്ലേ? RBIയുടെ ആസ്ഥാനം മുംബൈയിലാണ്. നമ്മൾ നേരത്തെ പഠിച്ചു ഫിനാൻഷ്യൽ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ, ഡ്രീം സിറ്റി എന്നൊക്കെ അറിയപ്പെടുന്ന ഏതാണ്? മുംബൈ ആണ്. RBIയുടെ ആസ്ഥാനം എവിടെയാണ്? RBIയുടെ ആസ്ഥാനം എവിടെയാണ് വരുന്നത്? മുംബൈയിലാണ്. RBI ദേശസാൽക്കരിച്ച വർഷം എന്നാണ്? 1949 ആ ടൈമിൽ ആരായിരുന്നു നമ്മുടെ പ്രധാനമന്ത്രി? ഇന്ദിരാഗാന്ധി ആയിരുന്നു. ആരായിരുന്നു? ഇന്ദിരാഗാന്ധി. ഓക്കെ, ക്ലിയർ ആണല്ലോ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ, നമ്മുടെ ആൻഡ്രൻ ഡിഫൻസ് അക്കാഡമിയുടെ ഒഫീഷ്യൽ ടെലഗ്രാം ചാനലാണ് ആൻഡ്രൻ ആർമി നേവി SSC RRB. ഓക്കെ, ഇത് നമ്മൾ ഡെയിലി നോട്ടിഫിക്കേഷൻ വീഡിയോകളും മോക്ക് ടെസ്റ്റുകളും ഒക്കെ എന്താണ് ഷെയർ ചെയ്യുന്നതായിരിക്കും. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. വിച്ച് ഈസ് ദ ലോങ്ങസ്റ്റ് റെയിൽവേ പ്ലാറ്റ്ഫോം ഇൻ ഇന്ത്യ ആസ് വെൽ ആസ് ഇൻ ദ വേൾഡ്? എന്താണ്? ഇന്ത്യയിലും ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം ഏതാണ്? നോക്കിയേ മക്കളെ. ഓപ്ഷൻ എ ഹൂബ്ലി ജംഗ്ഷൻ. ഓപ്ഷൻ ബി ഗോരഖ്പൂർ ജംഗ്ഷൻ. ഓപ്ഷൻ സി ഖരഗ്പൂർ ജംഗ്ഷൻ. ഓപ്ഷൻ ഡി പ്രയാഗ്രാജ് ജംഗ്ഷൻ. ഏതാണ് ഇന്ത്യയിലെയും ലോകത്തിലെയും ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം? ഏതാണ് മക്കളെ വരുന്നത്? ഓക്കെ, ഏതാണ് വരുന്നത്? ഓപ്ഷൻ എ ആണ് കേട്ടോ. ഹൂബ്ലി ജംഗ്ഷൻ ആണ്. എന്താണ്? ഹൂബ്ലി ജംഗ്ഷൻ ആണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ ജംഗ്ഷൻ എന്ന് പറയുന്നത്. നോക്കിയേ, ഈ ഹൂബ്ലി ജംഗ്ഷനെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് എന്താണ്? ശ്രീ സിദ്ധൂരധാര സ്വാമിജി ഹൂബ്ലി ജംഗ്ഷൻ. എന്താണ്? ഹൂബ്ലി ജംഗ്ഷനെ അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്? ശ്രീ സിദ്ധൂരധാര സ്വാമിജി ഹൂബ്ലി ജംഗ്ഷൻ. അതേപോലെ വേറൊരു പ്രത്യേകത എന്താണ്? ഇറ്റ് ഈസ് ദ ലോങ്ങസ്റ്റ് റെയിൽവേ പ്ലാറ്റ്ഫോം ഇൻ ഇന്ത്യ ആസ് വെൽ ഇസ് ഇൻ ദ വേൾഡ്. ലോകത്തിലെയും ഇന്ത്യയിലെയും തന്നെ ഏറ്റവും നീളം കൂടിയ പ്ലാറ്റ്ഫോം ഏതാണ് മക്കളെ? ഹൂബ്ലി ജംഗ്ഷൻ ആണ്. ഏതാണ്? ഹൂബ്ലി ജംഗ്ഷൻ ആണ്. ഓക്കെ, ഇതിൻ്റെ നീളം എന്ന് പറയുന്നത് എത്രയാണ്? 1507 മീറ്റർ ആണ് ഇതിൻ്റെ നീളമെന്ന് പറയുന്നത്. ഇത് സ്ഥിതി ചെയ്യുന്നത് ഏത് ഇന്ത്യൻ സംസ്ഥാനത്തിലാണ്? കർണാടകയിലാണ് ഹൂബ്ലി ജംഗ്ഷൻ സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണ് ഇത് ഗോരഖ്പൂർ ജംഗ്ഷൻ റെയിൽവേ എവിടെയാണ്? ഉത്തർപ്രദേശിലാണ്. ഇത് എത്രാമത്തെയാണ്? രണ്ടാമത്തെ നീളം കൂടിയ പ്ലാറ്റ്ഫോമാണ് ഇതെന്ന് പറയുന്നത് ഗോരഖ്പൂർ. ഏതാണ്? ഗോരഖ്പൂർ റെയിൽവേ ജംഗ്ഷൻ. ഓക്കെ, അങ്ങനെയാണ് ഇതിൻ്റെ നീളം എത്രയാണ്? 1366 മീറ്റർ ആണ്. ഏതാണ്? 1366 മീറ്റർ ആണ്. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഇന്ത്യയിലെയും ലോകത്തിലെയും ഏറ്റവും നീളം കൂടിയ പ്ലാറ്റ്ഫോം ഏതാണ് മക്കളെ? ഗോരഖ്പൂർ ഹൂബ്ലി ജംഗ്ഷൻ ആണ്. ഇതിൻ്റെ മറ്റൊരു പേരെന്താണ്? ശ്രീ സിദ്ധൂരധാര സ്വാമിജി ഹൂബ്ലി ജംഗ്ഷൻ. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇതിൻ്റെ നീളം എന്ന് പറയുന്നത് എത്രയാണ്? 1507 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കർണാടകയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അതേപോലെ തന്നെ രണ്ടാമത്തെ നമ്മൾ പഠിച്ചു ഏതാണ്? ഗോരഖ്പൂർ ജംഗ്ഷൻ ഇല്ലേ? ഗോരഖ്പൂർ ജംഗ്ഷൻ എവിടെയാണ്? ഉത്തർപ്രദേശിലാണ്. ഇതിൻ്റെ നീളം എന്ന് പറയുന്നത് എത്രയാണ്? 1366 ആണ്. ക്ലിയർ ആണോ? കിട്ടിയ എല്ലാവർക്കും? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. വിച്ച് റീജിയൻ ഇന്ത്യ ഈസ് ദ റിച്ചസ്റ്റ് കോൾ ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൽക്കരി ഇരുമ്പ് നിക്ഷേപമുള്ള പ്രദേശം ഏതാണെന്ന് നോക്കിയേ. ഓപ്ഷൻ എ സദേൺ റീജിയൻ. ഓപ്ഷൻ ബി ചോട്ടാ നാഗ്പൂർ പ്ലേറ്റ്യൂ. ഓപ്ഷൻ സി ദ ഹിമാലയൻ റീജിയൻ. ഓപ്ഷൻ ഡി ഈസ്റ്റേൺ ആൻഡ് സദേൺ സെൻട്രൽ ഇന്ത്യ. അപ്പോൾ നോക്കിയാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൽക്കരി ഇരുമ്പ് നിക്ഷേപമുള്ള പ്രദേശം ഏതാണ്? ഏതാണ് മക്കളെ നമ്മുടെ ആൻസർ വരുന്നത്? ചോട്ടാ നാഗ്പൂർ പ്ലേറ്റ്യൂ ആണ്. ഏതാണ്? ചോട്ടാ നാഗ്പൂർ പ്ലേറ്റ്യൂ ആണ് കേട്ടോ. അപ്പോൾ ഏറ്റവും കൂടുതൽ കൽക്കരി ഇരുമ്പ് നിക്ഷേപമുള്ള പ്രദേശം ഏതാണ്? ചോട്ടാ നാഗ്പൂർ പ്ലേറ്റ്യൂ ആണ്. ക്ലിയർ ആണല്ലോ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം.
ഓക്കെ, ഇതൊക്കെ ഛോട്ടാ നാഗ്പൂർ പ്ലേറ്റു എവിടെയാണ്? ജാർഖണ്ഡിലാണ് കേട്ടോ. എവിടെയാണ് ഛോട്ടാ നാഗ്പൂർ പ്ലേറ്റു സ്ഥിതി ചെയ്യുന്നത്? ജാർഖണ്ഡിലാണ്. ഛോട്ടാ നാഗ്പൂർ പ്ലേറ്റു ഇസ് ലൊക്കേറ്റഡ് ഇൻ ജാർഖണ്ഡ്. അതേപോലെ തന്നെ അതിൻ്റെ കുറച്ച് പാർട്സ് എവിടെയൊക്കെയുണ്ട്? ഒഡീഷ, വെസ്റ്റ് ബംഗാൾ, ബീഹാർ, ഛത്തീസ്ഗഡ് തുടങ്ങിയ സ്ഥലങ്ങൾ ഇതിൻ്റെ കുറച്ച് പാർട്സുകളുണ്ട്. ഈ പ്ലേറ്റുകൾ ഏറ്റവും കൂടുതൽ സ്റ്റോർ ചെയ്യുന്നത് എന്താണ്? ഹൗസ് ഓഫ് മിനറൽസും ലൈക്ക് മൈക്ക, ബോക്സൈറ്റ്, കോപ്പർ, ലൈംസ്റ്റോൺ, അയൺ ഓർ ആൻഡ് കോള് കേട്ടോ. ഇവിടെ ഏറ്റവും കൂടുതൽ എന്തൊക്കെയാണ്? മൈക്കയും ബോക്സൈറ്റും കോപ്പറും ലൈംസ്റ്റോണും അയൺ ഓറൊക്കെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ സ്റ്റോർ ചെയ്യുന്നത്. അപ്പം ഛോട്ടാ നാഗ്പൂർ പ്ലേറ്റു ആണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് ഈസ്റ്റേൺ ഇന്ത്യ ആണ്. ഏറ്റവും കൂടുതൽ എവിടെയാണ്? ജാർഖണ്ഡ് സ്റ്റേറ്റിലാണ്. ഇതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ എവിടെയൊക്കെയുണ്ട്? ഒഡീഷയിൽ, വെസ്റ്റ് ബംഗാൾ, ബീഹാർ ആൻഡ് ഛത്തീസ്ഗഡ് പ്ലേറ്റുവിൽ ഉണ്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ സ്റ്റോർ ചെയ്യുന്നത് മൈക്ക, ബോക്സൈറ്റ്, കോപ്പർ, ലൈംസ്റ്റോൺ, അയൺ ഓർ ആൻഡ് കോള്. ക്ലിയർ ആണേ? നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, നമ്മുടെ ആൻഡർ ഡിഫൻസ് അക്കാഡമിയുടെ ഒഫീഷ്യൽ വാട്സപ്പ് ചാനലാണ്. ഇതിൽ നമ്മൾ ഡെയിലി നോട്ടിഫിക്കേഷൻ വീഡിയോസുകളും മോക്ക് ടെസ്റ്റുകളൊക്കെ ഷെയർ ചെയ്യുന്നതായിരിക്കും. താല്പര്യമുള്ളവർ ഫോളോ ചെയ്യുക ആൻഡ് ജോയിൻ ചെയ്യുക. ഓക്കെ, നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്തത് SSGDക്ക് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് കുറച്ച് ഫാക്ട്സുമാണ്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഒരു ക്ലാസ്സിൽ നെക്സ്റ്റ് ഒരു സെക്ഷനുമായി നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.